സിയാൽ മാതൃകയിൽ ശബരിമലയിലും സമ്പൂർണ്ണ സൗരോർജ്ജ പദ്ധതിക്ക് ആലോചന. സിയാൽ എംഡിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രാഥമിക ചർച്ച നടത്തി. മാർച്ച് മാസത്തിനുള്ളിൽ വിശദ പദ്ധതി രേഖ സിയാൽ തയ്യാറാക്കും. സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള മാതൃകയിൽ ശബരിമലയിലും സൗരോർജ്ജ പദ്ധതി ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. സിയാൽ എം ഡി സുഹാസ് IAS ഉൾപ്പെടെയുള്ളവരുമായി ദേവസ്വം ബോർഡ് അധികൃതർ പ്രാഥമിക ചർച്ച നടത്തി. നിലവിൽ ശബരിമലയിൽ വൈദ്യുതിക്കായി എല്ലാ വർഷവും 15 കോടി രൂപ ചെലവാകുന്നുണ്ടെന്നും പദ്ധതി നടപ്പായാൽ വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കാനാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഞങ്ങൾ വളരെ കാലത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ശബരിമല മുഴുവൻ സോളാർ സ്ഥാപിക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഏതാണ്ടൊരു വർഷം 15 കോടി രൂപ ഇലക്ട്രിസിറ്റി ഇതിനു വേണ്ടി ചിലവാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സോളാർ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. സോളാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയാണല്ലോ സിയാൽ എയർപോർട്ട്. കാര്യങ്ങൾ CSR ഫണ്ട് കൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിയാൽ തന്നെ ഒരു CSR ഫണ്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ CSR ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ വെച്ചിട്ടാണ്. 13 കോടി രൂപയാണ് പദ്ധതി ചെലവായി പ്രതീക്ഷിക്കുന്നത്. ഫെഡറൽ ബാങ്ക് CSR ഫണ്ട് പദ്ധതിക്കായി ഉപയോഗിക്കാനും ധാരണയായി. 2 മാസത്തിനുള്ളിൽ കൺസൾട്ടിംഗ് നടപടി പൂർത്തിയാക്കുമെന്ന് സിയാൽ MD സുഹാസ് പറഞ്ഞു. ഒരു 2 മാസത്തിൽ നമ്മുടെ എല്ലാ കൺസൾട്ടൻസി വർക്ക് കഴിയും. ಮತ್ತೆ ഇത് മാത്രമല്ല കുറച്ച് ചെറിയ രീതിയിൽ വേറെ CSR ഇനിഷ്യേറ്റീവ് കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് സിയാൽ എടുത്തിട്ടുണ്ട്. സിയാൽ CSR ഫണ്ട് ശബരിമലയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ന്യൂസ് മലയാളം സന്നിധാനം.